യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അഗ്നിയായി നിറയണമേ ആത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൻ്റെ 12-ാം വചനം, അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു, അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം വച്ചിരിക്കുന്നു, അതിൽ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള, അവൻ്റെ ശിരസിൽ ഒരു തൊപ്പി ഇരിപ്പുണ്ട്, ഒരു തലപ്പാവ്, വളരെ മനോഹരമായ തൊപ്പി. ആ തൊപ്പിയിൽ വിശുദ്ധി എന്ന് കൊത്തിവെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു, അതനുസരിച്ച് മാത്രമേ നമ്മിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ദൈവരാജ്യ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വചനപ്രഘോഷകരോ കൗൺസിലേഴ്സോ ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ഓർത്തിരുന്നുകൊള്ളുക, നിങ്ങളിലൂടെ കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ എത്രമാത്രം വിശുദ്ധിയിൽ നമ്മളായിരിക്കുന്നുവോ അതനുസരിച്ചാണ് കർത്താവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്. വിശുദ്ധിക്ക് നമ്മുടെ ജീവിതത്തിന് വില കൊടുക്കണം. നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു ചെറിയ പാപത്തിൽ പോലും വീഴാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. വിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി അശുദ്ധിയിൽ ആവുക എന്നതാണ് സംഭവിക്കുന്നത്. വിശുദ്ധി നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വ്യക്തി അശുദ്ധിയിലാണ്. അശുദ്ധിയുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഇടപെടുന്ന വ്യക്തിക്കും അസ്വസ്ഥതയാണ്. എല്ലാ വ്യക്തികളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ? എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ടോ? ഒരു വചനം
വിശുദ്ധ ബൈബിളിൽ യൂദാശ്ലീഹ എഴുതിയ ലേഖനമുണ്ട്, ഒരധ്യായം, അതിൻ്റെ 18-19 വചനങ്ങൾ. തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുണ്ടാകും. ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുണ്ടാകും. അധമ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അധമ വികാരങ്ങൾ അത് ജഡത്തിൻ്റെ വികാരങ്ങളാണ്, ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് അധമ വികാരങ്ങൾ. സ്വയം ഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂഫിലെ കാണുക, മോശമായ വെബ്സൈറ്റുകളിൽ കയറി അശുദ്ധിയും അശ്ലീലവും ഒക്കെ കാണുക, ലൈംഗിക വൈകൃതങ്ങൾ, കൊച്ചു കുട്ടികളെയൊക്കെ ദുരുപയോഗം ചെയ്യുക. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുണ്ടാകും. അടുത്ത വചനം പറയുന്നു, അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമാണ്. ലൗകിക മനുഷ്യൻ, ആസക്തിയുടെ മനുഷ്യൻ. പിടികിട്ടിയോ? ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിന് വസിക്കുക അസാധ്യമാണ്. ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കണം, ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട അശുദ്ധിയിൽ ജീവിക്കുന്ന ശരീരമാണെങ്കിൽ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പ്രശ്നമില്ല. പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റില്ല. അതാ വചനം പറയുന്നത്. അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകിക മനുഷ്യരുമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24-25 വചനങ്ങൾ. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധത്തിന് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തു. അവരുടെ തെറ്റിന് അർഹമായ ശിക്ഷ ലഭിച്ചു. ഇതാണ് അധമ വികാരം എന്ന് പറയുന്നത്. സ്ത്രീയും സ്ത്രീയും തമ്മിൽ പാപം ചെയ്യുന്നു, പുരുഷനും പുരുഷനും തമ്മിൽ പാപം ചെയ്യുന്നു. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടവർ, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛഭാവങ്ങൾ അടിമപ്പെട്ട മനുഷ്യർ, അവരുടെ തെറ്റിന് തക്കതായ ശിക്ഷ കിട്ടുമെന്നാണ് വചനം പറയുന്നത്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവായ ദൈവം വസിക്കുവോ? വസിക്കത്തില്ലെന്നാണ് വചനം പറയുന്നത്. ഇങ്ങനെ അധമ വികാരങ്ങളിലും അശുദ്ധികളിലും മ്ലേച്ഛതയിലും ജീവിക്കുന്ന മനുഷ്യൻ, തിരിച്ച് വിവാഹ ജീവിതത്തിന് മുൻപ് പാപത്തിൽ ജീവിക്കുന്ന എത്രയോ യുവതിവാക്കന്മാർ, മ്ലേച്ഛത നിറഞ്ഞവർ. നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി, അവള് ധ്യാനാവസരത്തിൽ എൻ്റെ അടുക്കൽ വന്നു. അവൾ വന്നിട്ട് ഹൃദയം നുറുങ്ങി പങ്കുവെച്ച അനുഭവം ഇതായിരുന്നു. അവള് തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത്. അവിടെ ചെന്ന് ഏതാനും നാളുകൾ കഴിഞ്ഞ് എന്നെ തെറ്റിലേക്ക് വീഴാൻ തുടങ്ങി. നല്ല ക്രൈസ്തവ കുടുംബത്തിൻ്റെ പെൺകുട്ടിയാണ്. അവൾ പലരോടൊപ്പം പാപം ചെയ്തു. ഒരു അക്രൈസ്തവനുമായിട്ട് രജിസ്റ്റർ മാരേജ് നടത്തി അവധിക്കാലത്ത് അവൻ്റെ കൂടെ പോയി അവൻ്റെ വീട്ടിൽ പോയി ജീവിക്കും. അവൻ്റെ വീട്ടുകാർക്ക് അടസമൊന്നുമില്ല. അവൾ ഒരു ദന്ത ഡോക്ടറാകാനാണ് പഠിക്കുന്നത്. 4-ാം വർഷമാണ്. നമ്മുടെ ധ്യാനത്തിന് വന്ന കുട്ടിയാണ്. ഈ 4 വർഷത്തിനുള്ളിൽ അവൾ 2 അബോർഷൻ നടത്തി. അവൾ കുമ്പസാരിച്ചിട്ട് 3 വർഷമായി. ദേവാലയത്തിൽ പോകാറില്ല, കുർബാനയ്ക്കൊന്നും പോകാറില്ല. ഒരു നല്ല കത്തോലിക്ക കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ അധപ്പതനമായത്. പാപത്തിൻ്റെ ക്ലാസ് കേട്ട ആ കുട്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കുമ്പസാരിക്കുന്ന മുമ്പ് എനിക്ക് ബ്രദറിനെ ഒന്ന് കാണണം. അവിടെ വെച്ച് അവൾ ഹൃദയം തുറന്നതിനോട് പങ്കുവയ്ക്കുക, ഞാൻ ജീവിച്ച ജീവിത വഴികൾ ഇതായിരുന്നു. അധമ വികാരങ്ങൾക്കും അശുദ്ധിക്കും അടിമപ്പെട്ട് ജീവിക്കുക അവൾ. ഇവിടെ 2 മാസം മുൻപ് ധ്യാനിക്കാമെന്ന ഒരു ചെറുപ്പക്കാരൻ
ഈ സ്റ്റേജിൻ്റെ പുറകിൽ ഏതോ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് എന്നെ കാണാൻ വന്നു. 28 വയസ്സ് പ്രായമേ ഉള്ളൂ. നല്ല മിടുക്കനും ചെറുപ്പക്കാരൻ, കണ്ടാൽ സുന്ദരനാണ്. പാൻ്റെ ബനിയനൊക്കെ ഇട്ട് എന്നെ അടുക്കൽ വന്ന് ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അവന് വിതുമ്പുകയാണ്. 28 വയസ്സുകാരൻ എയ്ഡ്സ് രോഗിയാണ്. ബോംബെയിൽ നേഴ്സായിട്ട് അവൻ ജോലി ചെയ്യുന്നു. 28 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ വാക്കുകളിതാ: ഓർമ്മ വെച്ച നാൾ മുതൽ സ്വർഗഭോഗം, സ്വയംഭോഗം, പിന്നെ കോളേജ് പഠനകാലം, നേഴ്സിംഗ് പഠനമൊക്കെ ആയി വ്യഭിചാരം, തോന്നിവാസ ജീവിതം. 28 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്. ജീവിതം തകർന്നു നിൽക്കുക. അധമ വികാരങ്ങൾക്കും അശുദ്ധികൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും യുവാവോ യുവതിയോ ഇവിടെ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഒരുപക്ഷേ ഈ അശുദ്ധ പാപത്തിലൂടെ നീ മാരകമായ ഒരു രോഗത്തിൻ്റെ അടിമയായിരിക്കാം. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ യുവതി യുവാക്കന്മാർ പെട്ടുപോകരുത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാര്, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാര് പലരുമുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 13 വചനങ്ങളിൽ പറയുന്നു: നീ ബലിപീഠത്തെ കണ്ണുനീര് കൊണ്ട് മൂടുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരത്തില്ല. യൗവനത്തിൽ നീ നിന്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു, നീ നിന്റെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരത്തില്ല. നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, നിന്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കണ്ട. കാരണം നിന്റെ ജീവിത പങ്കാളിയെ നീ വഞ്ചിച്ചു, അവിശ്വസ്തത കാണിച്ചു. നീ ബലിപീഠത്തെ കണ്ണുനീര് കൊണ്ട് മൂടുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരത്തില്ല. വചനം തുടരുകയാണ്: നീ കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തത കാണിച്ചു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു, വിശ്വസ്തത ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് വചനം പറയുന്നു. ഇതുപോലെ എത്രയോ വ്യക്തികളാ ജീവിതത്തില് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നവർ. വിവാഹത്തിന് മുൻപ് തന്നെ മ്ലേച്ഛകരമായ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന അനേകരുണ്ട്. എത്രയോ കുഞ്ഞുങ്ങളാ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ വന്ന ഒരമ്മ കണ്ണുനീരോടെ പറഞ്ഞ ഒരു അനുഭവം ഇതാണ്. അമ്മയുടെ 3 വയസ്സുള്ള കുഞ്ഞിനെ തൊട്ട് അയൽവാസി, വളരെ അടുത്ത സ്നേഹബന്ധത്തിൽ കഴിഞ്ഞ കുടുംബം. ഇവർക്ക് എവിടെയോ അത്യാവശ്യം കൊണ്ടുവന്നപ്പോൾ ഈ കുട്ടിയെ 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ അടുത്ത വീട്ടിലാക്കിയിട്ട് പോയതാണ്. ആ കുഞ്ഞിനെ 55 വയസ്സുള്ള ആ വീട്ടിലെ ഗ്രഹനാഥൻ ദുരുപയോഗം ചെയ്തു. ഈ അമ്മ സങ്കടപ്പെട്ട് കരയുക. എന്ത് ചെയ്യാനൊക്കും? വിശ്വസിച്ച് അടുത്ത വീട്ടിൽ കുഞ്ഞിനാക്കിയിട്ട് ഇവർ അത്യാവശ്യത്തിലൂടെ പോയതാണ്. ഇത് വിശുദ്ധിക്കെതിരെയുള്ള പാപമാ. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നമ്മുടെ ഈ ശരീരത്തില് ഒരിക്കലും പാപം ചെയ്യാൻ പാടില്ല, അശുദ്ധിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല, കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ കുടുംബം തകർന്നു പോകും, മക്കൾ നശിച്ചു പോകും. ഇന്ന് അനേകം മക്കൾ, ആൺമക്കളും പെൺമക്കളും വഴിവിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പിതാക്കന്മാർ എങ്ങനെയാ ജീവിച്ചതെന്ന് നോക്കിയാൽ മതി. അടിസ്ഥാനം അവിടെയാണ് കിടക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം: അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവയുടെയും മേൽ അവിടുത്തേക്ക് കാരുണ്യമില്ല. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല, അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. യുവാക്കന്മാരിലും യുവതികളിലും അവിടുന്ന് പ്രസാദിക്കുന്നില്ല. കാരണം അവർ പാപം ചെയ്യുന്നു, പ്രത്യേകിച്ച് ലൈംഗികതയിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ, ചെറുപ്പക്കാരൻ എന്ന് പറയാനൊക്കത്തില്ല, കൗമാരക്കാരൻ, അവൻ വന്നിട്ട് എന്നെ എടുക്കുന്ന കരയെ. ഞാൻ ചോദിച്ചു, മോനെ എന്താ? അവൻ പറയാ, സഹോദരരെ, ഞാൻ നിരന്തരമായിട്ട് ഒരു പാപം ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ മോനെ? പറയാ, മൊബൈലിനകത്ത് ഒത്തിരി ഇങ്ങനെ ബ്ലൂ ഫിലിം വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് എവിടെ നിന്ന് കിട്ടും?
അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ കൊണ്ടുതരും. അവൻ ഞങ്ങളെല്ലാവരും കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന മൊബൈലിനകത്ത് ഈ ബ്ലൂ ഫിലിം ഇതെല്ലാം കാണും. എന്നിട്ട് ഈ 9 വയസ്സുകാരൻ സകല മ്ലേച്ഛ പാവങ്ങൾക്കും അടിമയാണ്. ശുദ്ധിക്ക് അടിമയായിട്ട് ആ 9ാം ക്ലാസ്സിലെ പയ്യൻ ജീവിക്കുക. എങ്ങനെയുണ്ട്? അവൻ പറയുക, എനിക്ക് ഇതിനകത്തു നിന്ന് രക്ഷപ്പെടണം, ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അനേകം കൗമാരക്കാരായ കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ പാപത്തിൻ്റെ അടിമത്തം ഒരു വശത്ത്, ലഹരി കഞ്ചാവിൻ്റെ അടിമത്തം മറ്റൊരു വശത്ത്, അങ്ങനെ ഒത്തിരി കൗമാരക്കാരും യൗവനത്തുള്ളവരും ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പാപമാ. നമ്മുടെ ഈ ശരീരം ലഹരി വസ്തുക്കൾക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കാനുള്ളതല്ല. ലഹരി വസ്തു ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു, ചരസ്, കഞ്ചാവ്, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന എത്രയോ വ്യക്തികൾ. പ്രൈസ് ദി ലോർഡ്. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന യുവതി യുവാക്കന്മാർ, വിവാഹ ജീവിതത്തിലേക്ക് വന്നവർ, അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൻ്റെ വിശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പരിശുദ്ധി, ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെ പരിശുദ്ധി, കണ്ണ്, കാത്, നാവ്, അധരങ്ങൾ, നമ്മുടെ വായന, കേൾവി എല്ലാം നിർമ്മലമായിരിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യുവാക്കന്മാരുടെയും യുവതികളുടെയും ഒക്കെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കാത്തത്? അവർ അധമമായ വികാരങ്ങൾക്കും പാപത്തിനും അടിമപ്പെട്ടുമാണ് ജീവിക്കുന്നത്. ഈ ഒരു ജീവിത വഴി അവസാനിപ്പിക്കണം. തെറ്റായ ബന്ധങ്ങൾ വിവാഹത്തിന് ശേഷം അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരണമെങ്കിൽ പാപകരമായ വഴികൾ പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുപേക്ഷിക്കണം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം, അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർ ബ്രഹ്മചാരികളാണ്, അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ, അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നോക്കുക, വചനം ശക്തമായിട്ട് നമുക്ക് തരിക. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർ ബ്രഹ്മചാരികളാണ്. വിവാഹ ജീവിതത്തിൽ മാത്രമേ ദാമ്പത്യ ബന്ധം ദൈവം അനുവദിച്ചിട്ടുള്ളൂ. തെറ്റായ ബന്ധങ്ങളിൽ, ആസക്തികളിൽ മുഴുകി ജീവിക്കുന്നവർ അത് അവസാനിപ്പിക്കണം. സ്ത്രീകളോട് ചേർന്ന് നിങ്ങൾ മലിനരാകരുത്. കുടുംബ ജീവിതത്തിലായിരിക്കുന്നവർ വിശുദ്ധിയിലായിരിക്കണം. തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല. വിവാഹ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മോശമായ ലൈംഗികതയിൽ ഏർപ്പെടുന്ന പലരുമുണ്ട്. ബ്ലൂ ഫിലിമൊക്കെ കണ്ട് സകല വൈകൃതങ്ങൾക്കും അടിമകളായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്. ഒരിക്കലും അത് സംഭവിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി സഭ 50 നോയമ്പ്, 25 നോയമ്പ്, 8 നോയമ്പ്, അങ്ങനെ പല നോയമ്പുകൾ തന്നിട്ടുണ്ട്. നമ്മളിൽ പലരും നോയമ്പ് എന്ന് വിചാരിച്ചാൽ ഇറച്ചിയും മുട്ടയും തിന്നണ്ട, അപ്പം നോയമ്പായിരുന്നു. തെറ്റിപ്പോയി. അതല്ല നോയമ്പ്. ഇറച്ചി മുട്ട തിന്നോ തിന്നാതിരിക്കുക എന്നോടും ചെയ്യാം. അത് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. ഈ ഇറച്ചിയും മുട്ടയും തിന്നാതിരുന്ന് നോയമ്പെടുത്തിട്ട് വല്ല കാര്യം നടക്കുന്നുണ്ടോ? ഒരു കാര്യം നടക്കും. 50 ദിവസം നോയമ്പെടുത്തിട്ട് ഒരു കാര്യം നടക്കുന്നില്ല. എന്താ കാര്യം? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അശുദ്ധിയിലേക്ക് ആക്കുന്ന ചില പാപങ്ങളുണ്ട്. യാക്കോബ് 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ നാവ് ശരീരം മുഴുവനെയും മലിനപ്പെടുത്തുന്നു. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ലൈംഗികതയിലുള്ള പാപം ചെയ്താലേ മലിനരാകത്തുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി എഴുതി വെച്ചിരിക്കുന്നു, നരകാഗ്നി ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു.
നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, കള്ളം പറയുന്നു, ചീത്ത വിളിക്കുന്നു, കുറ്റം പറയുന്നു, അശ്ലീലം പറയുന്നു, ഭാര്യയെ ചീത്ത വിളിക്കുന്നു, എന്തൊക്കെ ചെയ്യാമോ സകല വിളച്ചതയും വാ തുറന്നാൽ വായിലൂടെ വരികയാണ്. നമ്മൾ ചെയ്യുന്ന ഈ പാപങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് മലിനമാക്കുന്നു. മലിനത ഉള്ള ഒരു വ്യക്തിയിൽ ദൈവത്തിന് വാസം ചെയ്യുക അസാധ്യമാണ്. ഹല്ലേലൂയ. ആ ലൈംഗിക പാപങ്ങൾ മാത്രമല്ല നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും അശുദ്ധമാക്കുന്നത്. നാവ് കൊണ്ടൊരു പാപം ചെയ്താൽ പോലും നമ്മൾ മലിനരായിട്ട് തീരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്ത്രീകളോട് ചേർന്ന് നിങ്ങൾ മലിനരാകരുത്. 50 ദിവസം നോയമ്പ് എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മുട്ടയും മാത്രം മാറ്റിവെക്കുന്ന നല്ല നോയമ്പ്. അതിലുപരി ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനായിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഞാനിങ്ങനെ ലീഡേഴ്സിനുള്ള ധ്യാനം കൊടുക്കുക. അപ്പം ഈ മേഖലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ അത് ആഴത്തിൽ സ്പർശിച്ച ഒരു ഭാര്യയും ഭർത്താവും. അവർ ഒരു വലിയ രണ്ടുപേരും കൗൺസിലേഴ്സാണ്. അവർ അവരുടെ സ്പിരിച്വൽ ഫാദറിനോട് അനുവാദം മേടിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുകയാണ്. ഒരു 3 മാസം ശാരീരികമായിട്ടുള്ളതായ ഒരു ആവശ്യങ്ങളും വേണ്ട, ലൈംഗികതയുള്ളൊരു ആവശ്യങ്ങളും വേണ്ട. തീരുമാനമെടുത്തു, പ്രാർത്ഥന മേടിച്ചു. 3 മാസം കഴിഞ്ഞു. വീണ്ടും അവർ അവരുടെ ആത്മപിതാവിനെ കണ്ടു. ഒരു 6 മാസം, അപ്പോൾ 9 മാസം. പിന്നെ ഒരു തീരുമാനമെടുത്തു, 1 വർഷം. പിന്നെ എന്ത് സംഭവിക്കാൻ തുടങ്ങിയെന്നറിയോ? ഞാൻ പിന്നീട് അവിടെ ഒരു ധ്യാനത്തിൽ നിന്നപ്പോൾ ഈ ഭാര്യയും ഭർത്താവ് എന്നെ കാണാൻ വന്നു. അവർ ഒരു തീരുമാനമെടുത്തു, ലൈംഗികതയിലുള്ളതായ ആവശ്യങ്ങൾ തൽക്കാലം വേണ്ട, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അവർ വന്നു. അവർ നടത്തുന്ന കൗൺസിലിങ്ങിൽ കർത്താവ് വലിയ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ വന്ന് ഇവരുടെയൊക്കെ കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിച്ച കർത്താവ് മക്കളെ കൊടുക്കാൻ തുടങ്ങി. എന്താ കാര്യം? അവര് 1 വർഷത്തോളമായിട്ട് ഒരു വില കൊടുക്കൽ നടത്തിക്കൊണ്ടിരിക്കുക ദൈവസന്നിധിയിൽ. അവർക്ക് അവകാശപ്പെട്ട ജഡത്തിന്റെ സുഖം അവർ വേണ്ടെന്ന് വെച്ചിരിക്കുക. അവരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്ത ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഒരു വില കൊടുക്കൽ അവരുടെ ജീവിതത്തിൽ നടക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ നോയമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മുട്ടയും 50 ദിവസം വേണ്ടെന്ന് വെക്കുന്നു നോയമ്പൊന്നുമില്ല. അത് ആര് തീരുമാനിച്ചാലും ഇറച്ചിയും മുട്ടയും പാലും ഒക്കെ വേണ്ടെന്ന് വെക്കാം. കുടുംബ ജീവിതത്തിൽ 50 ദിവസം നോയമ്പ് എന്ന് പറഞ്ഞാൽ 50 ദിവസം ഭാര്യയും ഭർത്താവും തീരുമാനിക്കണം, ജഡത്തിൻ്റെ ആവശ്യങ്ങളൊന്നും 50 ദിവസം വേണ്ട. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഉറപ്പ് തരാം, പ്രാർത്ഥിച്ചു തീരും മുൻപേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. ജീവിതത്തിൽ എത്രമാത്രം ഒരാൾ വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നു, അതനുസരിച്ച ഒരു വ്യക്തിയെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തുന്നത്. വലത് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ശക്തമായിട്ടൊന്ന് സ്തുതിക്കാമോ? വാ തുറക്കട്ടെ, യേശുവിനെ വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അല്പകാല സ്വരം ഉയർത്തി വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? യേശുവേ, യേശുവേ, എന്റെ അശുദ്ധികളെ, ആസക്തികളെ, ജഡമോഹങ്ങളെ യേശുവേ അവിടെ രക്തത്താൽ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ആലപ്പുഴ. എനിക്കൊരു 8 വർഷമായിട്ട് നടുവിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ കാണിച്ചു, ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. കഴിഞ്ഞ വർഷം ഭയങ്കര വേദനയായിട്ട് ഇങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ നട്ടലിന് വളമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഈയിടെ ഇതുപോലെ ഭയങ്കരമായിട്ട് പെയിനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ MRI ചെയ്തപ്പോഴത്തേക്കും നട്ടലിൻ്റെ ജോയിൻറ്റ് വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സർജറി പറഞ്ഞിരിക്കുക. ഇവളുടെ നട്ടലിൻ്റെ ഭാഗം, കണ്ണുകൾ വിട്ടുപോയിട്ട് സർജറി പറഞ്ഞിരിക്കുകയാണ്. സർജറി ചെയ്ത് എത്ര സ്ക്രൂ ഇടണം? 11. സർജറി ചെയ്ത് 11 സ്ക്രൂ ഇടുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇവള് ഒരു ധ്യാനം കൂടാമെന്ന്. സിസ്റ്റം കയറി വന്ന് അകന്നു പോയ ആ കണ്ണുകൾ കർത്താവ് ഇപ്പോൾ കൂട്ടിച്ചേർക്കും. മോളെ എവിടെയായിട്ടാണോ ഒന്ന് കാണിച്ചേ? എവിടെ അടുത്തോട്ട് കാണിച്ച്. സിസ്റ്റർ കൈ അങ്ങോട്ട് വെച്ചേ, ഇങ്ങനെ കൈവച്ച്. സിസ്റ്റർ വിശ്വാസമുണ്ടോ? മോക്ക് വിശ്വാസമുണ്ടോ? കർത്താവ് സൗഖ്യം തരുന്നത്. കണ്ണടച്ച് എല്ലാവരും കരമെഴുത്ത് പഠിക്കുക. ഈ മകൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശു ഈ മകളെ തൊടും, നമ്മൾ വിശ്വസിക്കുന്നു. സ്തുതിക്കട്ടെ, മോളെ സ്തുതിച്ച്. യേശു ക്രിസ്തുവിൻ്റെ
അധികാരനാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോയ നട്ടെല്ലിന്റെ കണ്ണികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടിച്ചേരട്ടെ. യോഹന്നാൻ 19:36 അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ചിതറിക്കപ്പെടുകയില്ല. വിട്ടുപോയ കണ്ണുകൾ കൂടിച്ചേരട്ടെ. ഓപ്പറേഷൻ മാറട്ടെ. കർത്താവിന്റെ തിരുരക്തമൊഴുകട്ടെ. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. യെശയ്യാ 58:11 കർത്താവ് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. അതും സംഭവിക്കട്ടെ. അകന്നുപോയ നട്ടെല്ലിന്റെ കണ്ണുകൾ കൂടിച്ചേരട്ടെ. Mighty name Lord Jesus. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. കുഞ്ഞെ കുഞ്ഞെ നിവർന്നേ, കൈ കാലം മുട്ടിക്കാവുന്ന നോക്കി. നിവർന്നേ, കാലം കുഞ്ഞെ പുറകോട്ട് വളഞ്ഞേ. ഹല്ലേലൂയ. കാല് വലിച്ചു കൊടുങ്ങ്, കാല് വലിച്ചു കൊടുങ്ങ്. ഒന്ന് പൊങ്ങി ചാടിക്കേ. ഹല്ലേലൂയ. വല്ലവൻ അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. വല്ലവൻ അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. വേദന ഒന്നും തോന്നുന്നില്ല. ഞാനിങ്ങനെ ഒന്നും ചാടത്തൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ തുള്ളി സ്തുതിക്കാൻ പറയുമ്പോഴൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ഒന്നും അനങ്ങ. കാലൊക്കെ വലിച്ചു കുറഞ്ഞിട്ട് വേദനയില്ല. സിസ്റ്റർ നന്നായിട്ട് അവിടെ ഞെക്കി നോക്കി. സിസ്റ്റർ നന്നായിട്ട് ഞെക്കി നോക്കി, അമുക്കി ഞെക്ക. വേദന കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇങ്ങനെ വിട്ടുപോയിട്ട് അത് ജോയിന്റ് ഇങ്ങനെ വിട്ടിരുന്നിട്ട് കാലിലോട്ടുള്ള ഞരമ്പിൽ എപ്പോഴും ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കിങ്ങനെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ നട്ടലിന്റെ കണ്ണുകളെ വിട്ടുപോയിട്ട് ഈ ഇവൾക്ക് നിൽക്കാൻ പോലും പ്രയാസമായിരുന്നു. കാലിലും വേദനയായിരുന്നു. ഇപ്പോൾ വേദനയില്ല. നട്ടലിന് ഒരു കുഴപ്പമില്ല. ഒന്നുകൂടെ തിരിച്ചേ. കുഴപ്പമില്ല. ഹല്ലേലൂയ. യേശു യേശു അവനാരിലും വലിയവൻ. തീജ്വാലയാ റൂഹായി വരേണമേ. തീജ്വാലയാ റൂഹായി വരേണമേ. ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായി വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ.